അങ്ങാടിയിൽ AK ആന്റണിക്കെതിരെ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഞാൻ വന്നിട്ട്, ഞാൻ താമസിച്ചു കൊണ്ടിരുന്ന അബ്ദുഹാജി എന്ന സഹോദരന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ, അന്നൊക്കെ ഇപ്പോഴെന്നോടുള്ളതിനേക്കാൾ ഒരുപാട് വിരോധം മുസ്ലിം ലീഗിലെ സഹോദരന്മാർക്കുണ്ടായിരുന്നതുകൊണ്ട് പറ്റിയാൽ എന്നെ അങ്ങ് തട്ടിക്കളയാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വീടിന് ചുറ്റും ലീഗുകാർ ആയുധങ്ങളുമൊക്കെ ആയിട്ട് കാത്തു നിൽക്കുമ്പോൾ, ഇതിനിടയിലൂടെ രാത്രിയിൽ വന്നിട്ട് ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി റൂമിൽ വന്ന് നിസ്കരിച്ചിട്ടിരിക്കുമ്പോൾ വീട് സൂക്ഷിക്കാൻ നിന്ന് പയ്യനൊരു കത്ത് കൊണ്ട് തന്നു. ഞാൻ ആ കത്ത് പൊട്ടിച്ചു വായിച്ചു. ഇന്നും അത് ഞാൻ എൻ്റെ ബ്രീഫ് കേസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കത്ത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് മമ്പാടുള്ള സൽമ ബീവി എന്ന സയ്യിദത്തായ തങ്ങള് കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അയച്ച കത്തായിരുന്നു. ആ കത്തെഴുതിയ പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥിനിയായിരുന്നു. ആ കുട്ടിക്കൽ എഴുതിയിരിക്കുന്ന എന്താണെന്നറിയോ? കഴിഞ്ഞതിൻ്റെ അങ്ങേ റമളാനിൽ നിലമ്പൂരിൽ കാളികാവിൽ എനിക്ക് 2 ദിവസത്തെ വാളുണ്ടായിരുന്നു. ആ വാളില് 2 ദിവസം ഞാൻ പ്രസംഗിച്ചതിൽ ഒരു ദിവസം മൊത്തം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാത്മ്യമാണ് വെളുപ്പാങ്കാലം വരെ പ്രസംഗിച്ചത്. എന്നിട്ട് പ്രസംഗം തീരുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ അടുക്കൽ ഓതാൻ വേണ്ടി പോയി. 2ാമത്തെ വർഷം ഞാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന പള്ളിയിലെത്തിയ ഒരു മഹാനായ മനുഷ്യൻ എനിക്കൊരു ഇജാസത്ത് തന്നു. എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും 11 വട്ടം അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണമെന്ന്. കാല് നഷ്ടപ്പെട്ട് ബോധരഹിതരായി മെഡിക്കൽ കോളേജിൽ കടന്നപ്പോഴൊഴികെ നമസ്കാര വേദികളിൽ, നമസ്കാര സമയങ്ങളിൽ മൊത്തവും നമസ്കാര ശേഷം ഞാൻ എൻ്റെ ഹബീബായ നബിയുടെ പേരിൽ ആ 11 സ്വലാത്ത് തുടർച്ചയായി ചെല്ലാൻ അന്നും ഇന്നും ശ്രദ്ധിക്കുന്നതായിരുന്നു. ഈ കാര്യം ഞാൻ സദസ്സിനോട് പറയുകയും എൻ്റെ വകയായിട്ട് ഞാൻ അതെന്റെ സദസ്സിന് തരുന്നു. എല്ലാവരും നിസ്കാരത്തിന് ശേഷം ഓരോ വഖത്തിന് ശേഷവും 5 വഖത്തിന് ശേഷവും 11 വട്ടം റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞ് സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. ആ കുട്ടി പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള പ്രസംഗത്തിലെ വാഴ്ത്തലുകളും പുകഴ്ത്തലുകളും അപദാനങ്ങളും കേട്ട് എനിക്ക് ഹബീബായ നബിയോട് വല്ലാത്ത ഇഷ്ടമായി. ഞാൻ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഉപ്പുപ്പായുമാണല്ലോ സയ്യിദത്തിലെ ആ കുട്ടി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പറഞ്ഞതനുസരിച്ച് കൃത്യമായി സ്വലാത്ത് എല്ലാം തുടങ്ങി. സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചു. സ്വലാത്ത് വർദ്ധിച്ചു വന്നപ്പോൾ അള്ളാഹിന്റെ റസൂലിനോട് അടങ്ങാത്ത ഇഷ്ടമായി. അങ്ങനെ റസൂലുള്ളാഹിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് ഖത്തം ഓതാൻ തുടങ്ങി. ദിവസവും വിശുദ്ധ ഖുർആൻ ഓതാൻ തുടങ്ങി. മാസത്തിൽ ഒരു ഖത്തമെങ്കിലും തീർക്കാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കവേ ഞാൻ എൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വ്യാഴാഴ്ച ദിവസം രാത്രിയിൽ സ്വപ്നം കണ്ടു. ഇത്രയും മാത്രം ആ പെൺകുട്ടി എഴുതിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ കരുതുമായിരുന്നു, ഒരുപക്ഷെ മഅ്ദനിയുമായിട്ടൊരു കത്തിടപാടിലൂടെ ബന്ധം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയുടെ ദുർബുദ്ധിയാണ് ഇതിന്റെ പിന്നിലെന്ന്. അതിനുശേഷം ആ കുട്ടി എഴുതി, അള്ളാന്റെ റസൂലിനെ കണ്ടത് എങ്ങനെയാണെന്ന്. ഇന്നും ഇത് പറയുമ്പോൾ എന്റെ ശരീരം കോരിത്തരിക്കുന്നു. ആ പെൺകുട്ടിക്ക് ഒരിക്കലും ഒരു MBBSകാരിക്കോ ഒരു എത്ര സാഹിത്യകാരിക്കോ അള്ളാഹുവിന്റെ റസൂലിനെ വർണ്ണിച്ചുകൊണ്ട് ആ കുട്ടി എഴുതിയ ആ വാചകങ്ങൾ, അവിടുന്ന് ചിരിച്ചപ്പോഴ പല്ലിന്റെ തിളക്കത്തെക്കുറിച്ച് പോലും എഴുതിയത് വേറൊരാളിന് എഴുതാൻ കഴിയില്ല. ആ കുട്ടി റസൂലുള്ളാഹിയെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാരാ? അടുക്കളയിൽ നിന്ന് അരകല്ലും അമ്മിയുമായിട്ട് മല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിസ്കരിക്കാൻ സമയമില്ല എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസമില്ലാത്ത അടുക്കളക്കാരി പെണ്ണല്ല. പിന്നെയോ ദിവസവും കത്തിയും ബ്ലേഡും ഒക്കെ ആയിട്ട് പരീക്ഷണശാലയിൽ കയറി തവളയെയും പാമ്പിനെയും പാറ്റയെയും മനുഷ്യന്റെ അവയവങ്ങളെയും കീറിമുച്ച് അതിനകത്തെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി പഠിക്കുന്ന MBBS അവസാന വർഷം പഠിക്കുന്ന ഡോക്ടറായി ഇറങ്ങാൻ പോകുന്ന ആ പെൺകുട്ടിക്ക് കത്തി കൊണ്ട് തവളയോടും മറ്റ് ജീവികളോടും മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ പെൺകുട്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഖത്തമോതാൻ സമയം കണ്ടെത്തി. ഇവിടുന്ന് PDCക്ക് വല്ലതും പോകാൻ SSLC എങ്ങാണ് ഒരു മുസ്ലിം കുട്ടി അങ്ങ് ജയിക്കുക എന്ന അത്ഭുതം സംഭവിച്ചു പോയാൽ PDCക്ക് പോകുമ്പോൾ പിന്നെ പണ്ടെടുത്തിരുന്ന തുണിയുടെ പകുതിയെ കാണുള്ളൂ. BAക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെയും കൂടെ പകുതിയെ കാണുള്ളൂ. MAക്കായാൽ പിന്നെ തുണി തന്നെ ഉണ്ടാവൂല. പിന്നെങ്ങനെ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കാണുന്നത്?
പിന്നെ എങ്ങനെയാ റസൂലുള്ളാന്റെ പേരിൽ ഖത്ത് ഓതുന്നത്? പിന്നെ എങ്ങനെയാ അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നത്? പിന്നെ എങ്ങനെയാ ഹബീബായ നബിയെ സ്മരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനും സലാത്തുകളും മൗലൂദുകളും ഓതുന്നത്? ഇതെല്ലാം പറ്റുമോ? ഒന്നും പറ്റൂല. കാരണം പരിഷ്കാരിയായി പോയി. വിദ്യാഭ്യാസമൊക്കെ ഈ അടുത്ത് എന്റെ അടുത്ത് ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ അവിടെ ഉണ്ട്. അൻവാർ സ്റ്റേറ്റിൽ കാണാൻ വേണ്ടി വന്നൊരു കുട്ടി തന്തയുമായിട്ട്. ഞാൻ അതിന്റെ തലേ ദിവസം പ്രസംഗിച്ച ഒരു സ്ഥലത്തുനിന്ന് ഒരു കുട്ടി കാണാൻ വേണ്ടി വന്നു. ലൈബ്രറി സയൻസ് ബിരുദം പരീക്ഷ പാസ്സായ MA കാരിയായ ഒരു കുട്ടി. BA ഉണ്ട്, MA ഉണ്ട്, രണ്ടും അറബിയാണ്. ലൈബ്രറി സയൻസിൽ ജയിക്കുകയും ചെയ്ത്. പടച്ച തമ്പുരാനെ, എന്തോ ഒരു ഭാവാ, എന്തോ ഒരു കോലവാ, വിശദീകരിക്കാൻ വയ്യ. മുസ്ലിം കുട്ടിയാണ്. ഞാനൊരു മുസ്ലിമാണ്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാ വരുന്നത്. ഒരു മുസ്ലിമാണ് ഞാൻ. എനിക്ക് വീടിൽ വസ്തുവില്ല, 26 വയസ്സുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് എങ്ങനെങ്കിലും ഒരു ജോലി ശരിയാക്കി തരണം. ഈ മുസ്ലിമിന് ജോലി ശരിയാക്കി കൊടുക്കുന്നതിനേക്കാൾ നല്ലതൊരു പാവപ്പെട്ട ദലിതിന് ശരിയാക്കി കൊടുക്കുന്നതല്ലേ? ആ ദലിതിന് ഇസ്ലാമിനെ കുറിച്ചൊരു അഭിപ്രായം തോന്നുമല്ലോ. അറബി MA ഒക്കെ പഠിച്ചു, അറബിയാണ്. അറബി ആയതുകൊണ്ടാണ് 85% മാർക്ക് കിട്ടിയത്. ഇംഗ്ലീഷ് എടുത്താൽ കിട്ടൂല. അങ്ങനെ മാർക്ക് വാങ്ങിച്ചിട്ട് ആ മാർക്കിന്റെ പേരിൽ വീണ്ടും ഉന്നതങ്ങളിലേക്ക് പോയിട്ട് കുപ്പായിടാനും തലമറയ്ക്കാനും ലജ്ജിക്കുന്ന, ഔറത്ത് മറയ്ക്കാൻ ലഭിക്കുന്ന മൃഗീയ ജീവിതം നയിക്കുന്ന മുസ്ലിം പെൺകുട്ടി, അവൾ മുസൽമത്താണെന്ന് പറയുന്നതിൽ വല്ല കഴമുണ്ടോ? ഇവരെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇവരെയൊക്കെ ഇങ്ങനെ നടത്തുന്ന ഷണ്ടന്മാരായ ഭർത്താക്കന്മാര് മുസ്ലിമാന്ന് പറയുന്നതിൽ വല്ല കഴമ്പുണ്ടോ? അതും ചിന്തിക്കണം. പെണ്ണുങ്ങളെയാണല്ലോ പറയുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞെളിഞ്ഞെളിഞ്ഞ് കസേരയിൽ ഉയരങ്ങളിലേക്ക് പോകണ്ട. ഇവരെ ഇങ്ങനെ എത്തിക്കുന്ന ദുരവസ്ഥ സൃഷ്ടിച്ചിട്ടുള്ള ഭർത്താക്കന്മാരുണ്ടല്ലോ, പിതാക്കന്മാരുണ്ടല്ലോ. വാപ്പ വലിയ തലപ്പാക്കെട്ടും കെട്ടി വലിയ ഇസ്ലാമിക മൂല്യങ്ങളോടുകൂടി നടന്നു പോവുകയും മോടെ കൂടെ നടക്കുന്ന മോള് ഫാത്തിമയെ കണ്ടാൽ ജയറാമിന്റെ ഭാര്യ പാർവതിയാണോ എന്ന് തോന്നിപ്പോകത്തക്കവണ്ണമുള്ള അവസ്ഥയിൽ നടക്കുന്ന ഒരുപാട് പിതാക്കന്മാരുണ്ടല്ലോ, ലജ്ജയില്ലാത്തവർ. അവര് ചിന്തിക്കണം. ഇതൊക്കെ മഅ്ദനി ഈ വക കാര്യങ്ങൾ പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. ഇത് ഇസ്ലാമിന്റെ തനതായ നിയമങ്ങളെ കുറിച്ച് ഞാൻ പറയുകയാണ്. ഔറത്ത് മറയ്ക്കാൻ മുസ്ലിം സ്ത്രീക്ക് നാണക്കേട്. പക്ഷേ 95-94 ആണ്ടിലും MBBS-ന് അവസാന വർഷം പഠിക്കുമ്പോഴും മുസൽമത്തായ പെൺകുട്ടിക്ക് എന്ത് കിട്ടി? അവൾക്ക് അള്ളാന്റെ റസൂലിനെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം കിട്ടി. കലൂരത്തെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, പറയപ്പറമ്പിലെ എന്റെ പൊന്നു സഹോദരിമാരെ, അള്ളാന്റെ ഹബീബിനെ സ്വപ്നം കാണണ്ടേ? അള്ളാന്റെ ഹബീബിനെ സ്വപ്നം കാണണ്ടേ? അള്ളാന്റെ റസൂലിന് പുണ്യമായ മുഖം നിനക്ക് മൗത്ത് വരുന്നതിന് മുമ്പ്, അസ്രായീൽ വരുന്നതിന് മുമ്പ് ഒന്ന് കാണണ്ടേ പൊന്മോളെ? ഇന്നിനി തീരുമാനമെടുക്കുമോ ഈ ഭൗതികതയോടുള്ള എല്ലാ താല്പര്യങ്ങളും ഞാൻ കുറച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബിനെ ഞാൻ ഇഷ്ടപ്പെട്ടുകൊള്ളാമെന്ന് തീരുമാനമെടുക്കുമോ? മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ അഷ്റഫുൽ ഖൽഖിനെ മനസ്സിൽ വെച്ച് സ്നേഹിക്കുമോ? അള്ളാഹുവിന്റെ റസൂലിനോട് ഇഷ്ടമുള്ളവളാകുമോ? എന്നാൽ ഞാൻ പറയുന്നു, നീ കൃത്യമായി നിസ്കരിച്ചു കൊള്ളുക. നിനക്ക് മാറ്റത്തിന്റെ ശങ്കൊലിഴക്കാൻ പറ്റിയ മാസം വരുന്നു പൊന്നുമോളെ. വിശുദ്ധ റമളാൻ വരുന്നു. വിശുദ്ധ റമളാനാണ്, അനുഗ്രഹീ റമളാനാണ്, പാപങ്ങളെ കരിച്ചു കളയുന്ന മാസമാണ്. ഇവിടെ ഇന്ന് ഈ രാത്രിയിൽ തീരുമാനമെടുക്കുമോ? വീതനായ മഅ്ദനിയുടെ ഈ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ചുമ കൊണ്ട് ശബ്ദം നിന്നു പോകത്തക്കവണ്ണം ഇരുന്ന് പ്രസംഗിച്ച് നടുവേദന കൊണ്ടിരിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന മഅ്ദനി ഒരു ഭൗതിക ലാഭവും പ്രതീക്ഷിച്ചുകൊണ്ടല്ല പെങ്ങന്മാരെ, ഒരു ഭൗതിക ലാഭവും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അങ്ങനെ ഭൗതിക ലാഭം മഅ്ദനി പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഒന്നിലധികം തവണ വിനീതനായ മഅ്ദനി സുദീർഘമായി പ്രസംഗിച്ച ഈ നാട്ടില് വിനീതനായ മഅ്ദനി ഭൗതിക ലാഭം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ, വിനീതനായ മഅ്ദനിക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുമായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് മത്സരിച്ച PDPയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് നിങ്ങൾ ജയിപ്പിക്കുമായിരുന്നു. ജയിപ്പിക്കാഞ്ഞിട്ടും മഅ്ദനി വന്നതിൽ നിന്ന് അടിവരയിട്ട് ആലോചിച്ചു കൊള്ളുക. മഅ്ദനിക്ക് സ്ഥാനാർത്ഥി ജയിക്കലോ തോക്കലോ പ്രശ്നമല്ല. മഅ്ദനിക്ക് രാഷ്ട്രീയത്തിന്റെ നേട്ടമോ കോട്ടമോ പ്രശ്നമല്ല. വിനീതനായ മഅ്ദനി ഇവിടെ എത്തിയതും ഈ രാത്രിയിൽ വിളിച്ചു പോകുന്നതും ഈ ഇടയ്ക്കിടയ്ക്ക് ചുമച്ചു നിന്നു പോകുന്നതുമൊക്കെ എന്റെ പെങ്ങന്മാരെ, ഈ ശബ്ദം കൊണ്ട് ആരെങ്കിലും ഒരാൾ നന്നായാൽ ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറുൻ മിനദ് ദുനിയാ വമാ ഫീഹാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിന്നെ കൊണ്ട് ഒരാൾ ഹിദായത്ത് സിദ്ധിച്ചു പോയാൽ, ഒരാൾ നന്നായി പോയാൽ
എത്തിയാൽ, ഒരാൾ നല്ല നിലയിലെത്തിയാൽ അത് ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. നിനക്ക് ദുനിയാവ് മൊത്തവും കിട്ടുന്നതിനേക്കാൾ എറണാകുളത്ത് ഒരു ഷോപ്പോ ഒരു സെന്റ് ഭൂമിയോ കുറെ വസ്തുക്കളോ അല്ലെങ്കിൽ കുറച്ച് അക്കൗണ്ടോ ഒന്നും കിട്ടുന്നത് കൊണ്ടല്ല, അതുപോലെയാണെന്നല്ല പറഞ്ഞത്. ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവ് മൊത്തവും ഉണ്ടല്ലോ, വൈറ്റ് ഹൗസിലൊക്കെ ഇറങ്ങുന്ന കസേരയേക്കാൾ, നരസിംഹറാവുവിന്റെ സിംഹാസനത്തേക്കാൾ, AK ആന്റണിയുടെ സിംഹാസനത്തേക്കാൾ, സദ്ദാം ഹുസൈന്റെ സിംഹാസനത്തേക്കാൾ, ബേനസീർ ഭൂട്ടോയുടെ സിംഹാസനത്തേക്കാൾ, സർവസ്വത്തേക്കാളും വലുതാണ് ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ദുനിയാവും അതിലുള്ള സർവ്വതും കിട്ടുന്നതിനേക്കാൾ വലുതാണ്. മഅ്ദനിയുടെ ഈ വാക്കുകൊണ്ട് ഈ പാറേപ്പറമ്പിലെ ഒരു പെൺകുട്ടി നിസ്കരിക്കാൻ തുടങ്ങിയാൽ, ഒരു സഹോദരി ഔറത്ത് മറയ്ക്കാൻ തുടങ്ങിയാൽ, ഒരു സഹോദരൻ പള്ളിയിൽ പോകാൻ തുടങ്ങിയാൽ, അത് മഅ്ദനിക്ക് മതി മക്കളെ. അങ്ങനെ ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ നന്നാകുന്നതിന്റെയും അവരുടെ ദുആയുടെയും പേരിൽ മാത്രമാണ് വിനീതനായ മഅ്ദനി നിന്നു പോകുന്നത്. എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട്, ഞാൻ നിന്നു പോകുന്നത്, ഞാൻ രക്ഷപ്പെട്ട് നടന്നു പോകുന്നത് ഏതെങ്കിലും ഒക്കെ ഭാഗത്തുള്ള ദുആയുടെയും ഒരുപക്ഷേ ഈ ശബ്ദം കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നതിന്റെയും അതിന്റെ ഫലത്തിന്റെയും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആക്ഷേപിക്കുകയാണെന്ന് തോന്നരുത്, വിമർശിക്കുകയാണെന്ന് തോന്നരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ബഹുമാനിക്കാം. ഈ വിശുദ്ധ റമളാൻ അതിന് പറ്റിയ സമയമാണ്. ഇനി റമളാന് മുമ്പ് കലൂർ ഒരു വാളുണ്ടോ എന്ന് എനിക്കറിയില്ല, അറപ്പറമ്പിൽ ഒരു വാളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നീ രാത്രിയിൽ തീരുമാനം എടുക്കുവോ പ്രിയപ്പെട്ട പെങ്ങളെ? ഇന്നീ രാത്രിയിൽ തീരുമാനം എടുക്കുവോ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, എന്റെ ജ്യേഷ്ഠന്മാരെ, പിതാക്കന്മാരെ, കൊച്ചു സഹോദരന്മാരെ? ഈ രാത്രിയിൽ തീരുമാനം എടുക്കുവോ? ഈ വിശുദ്ധ റമളാനില് ഞാൻ മുസ്ലിം ആകാൻ പോവുകയാണ്. ചെമ്പ് കലർന്ന മുസ്ലിമല്ല, അലൂമിനിയം കലർന്ന മുസ്ലിമല്ല, ഈയ കലർന്ന മുസ്ലിമല്ല, ശുദ്ധമായ തങ്കം 22 കാരറ്റ് മുസ്ലിമാകാൻ പോവുകയാണ്. ഞാനിനി മുസ്ലിമാണെന്ന് പറയുന്നതിൽ ലജ്ജിക്കുന്നില്ല, എനിക്ക് മുസ്ലിമിന്റെ വേഷമിടുന്നതിൽ ലജ്ജയില്ല, എനിക്ക് ഔത്തുമറയ്ക്കുന്നതിൽ ലജ്ജയില്ല, എനിക്ക് തലമറയ്ക്കുന്നതിൽ ലജ്ജയില്ല, എനിക്ക് ദീനനുസരിക്കുന്നതിൽ ലജ്ജയില്ല എന്ന് ചിന്തിക്കാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് തയ്യാറാകുവോ? എല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുണ്ടാകാം, അതെനിക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, എന്റെ മുന്നിലുള്ള ആയിരങ്ങൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. തെറ്റ് ചെയ്യാത്തവൻ മനുഷ്യല്ല, മാലാഖയാകേണ്ടി വരും. തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷേ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നവൻ ആത്മാർത്ഥതയോടെ പശ്ചാത്തപിക്കുമെങ്കിൽ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് പറഞ്ഞത് മഅ്ദനിയല്ല. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാൻ വേണ്ടി നാക്ക് ചലിപ്പിച്ചിട്ടില്ലാത്ത നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്തായാലും തെറ്റ് ചെയ്തു പോയി, ഇനി ഞാൻ നന്നാവൂല, എന്തായാലും ഞാൻ കുഴപ്പത്തിലായി പോയി, ഇനി രക്ഷപ്പെടാൻ വിചാരിച്ചാ നടക്കൂല. അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ പറയുന്നു മക്കളെ, ആ ഒരു ചിന്ത മനസ്സിൽ വരല്ലേ. ആ നിരാശ കുഫറിന്റെ ലക്ഷണമാണ്. അത് നമ്മെ ഇസ്ലാമിൽ നിന്ന് പുറത്തു ചാടിച്ചു കളയും. അതുകൊണ്ട് തെറ്റ് ചെയ്താലും പശ്ചാത്തപിച്ചാൽ അല്ലാഹു ഗഫൂറുർ റഹീമാണ്. ഈ പരിശുദ്ധമായ റമളാൻ സമാഗതമാകുന്നതിന് മുമ്പ് മാറ്റം വരട്ടെ മക്കളെ. ഒരു തീരുമാനമെടുക്കുക. ഈ റമളാനില് വീട്ടില് TV ഓൺ ചെയ്യില്ല, വീട്ടില് സിനിമ വർക്ക് ചെയ്യിപ്പിക്കില്ല, വീട്ടില് വീഡിയോ ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കില്ല, വീട്ടില് ടിവിയുടെ ദൃശ്യങ്ങൾ കാണിക്കില്ല, വീട്ടിൽ ഒരു ചാനലുകളും ഓൺ ചെയ്യാൻ പോകുന്നില്ല. TV സമ്പൂർണമായി ഓഫാക്കി ഞാൻ വെക്കുന്നു. വിൽക്കാൻ മഅ്ദനി പറഞ്ഞാൽ നിങ്ങൾ വിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത്രയെങ്കിലും ചെയ്യണം. ഈ റമളാനിൽ TV ഓൺ ചെയ്യുന്നില്ല, ഈ റമളാനിൽ സിനിമകൾ ഇടുന്നില്ല, ഈ റമളാനിൽ വീട്ടിൽ ഒരു മോശമായ ശബ്ദവും കേൾക്കുന്നില്ല. ഈ റമളാൻ മുതൽ ഞാനിതാ മാറാൻ പോകുന്നു. എന്റെ വീട്ടിൽ കൃത്യമായി നമസ്കാരം, സുബ്ഹി ഉൾപ്പെടെ ജമാഅത്തായിട്ട് നിസ്കാരം, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും നോമ്പ് പിടിക്കാൻ പോകുന്നു. ആ ഒരു തീരുമാനമെടുത്ത് റമളാനെ ആദരിച്ച് മുസൽമാനാകാൻ, മുസ്ലിമത്താകാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ തീരുമാനിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ തീരുമാനിക്കണം. ആ തീരുമാനമെടുത്തുകൊണ്ട് ഈ വിശുദ്ധ റമളാനെ സ്വാഗതം ചെയ്യുക. അങ്ങനെ റമളാനെ സ്വീകരിക്കുക, റമളാനെ ബഹുമാനിക്കുക. എന്നിട്ടോ നിസ്കരിക്കുന്ന പ്രിയ
പ്രിയപ്പെട്ട മുസ്ലിമത്തായ സ്ത്രീ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ അടുക്കളയുടെ അകത്തളത്തിൽ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ആഹാരം വെന്തോ എന്ന് നോക്കാൻ വേണ്ടി പാത്രത്തിലിട്ട് കറക്കി കറി വേവിച്ചു കൊണ്ടിരിക്കുമ്പോഴും, പ്രഷർ കുക്കർ പാകത്തിന് ഭക്ഷണം പാകമായി വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴും, ആ മിക്സിക്കകത്ത് സാധനമിട്ടിട്ട് കാത്തിരിക്കുമ്പോഴും, മിക്സില്ലാത്തവര് അരകല്ലിൽ അമ്മി വെച്ച് അരച്ചുകൊണ്ടിരിക്കുമ്പോഴും, അടുക്കളയിൽ തീ കത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും, വെള്ളം കോരാൻ പോകുമ്പോഴും, പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം നിന്റെ ചുണ്ട് ചലിക്കട്ടെ പൊന്നുമോളെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സുകൊണ്ട് അങ്ങോട്ട് സ്നേഹിക്കുക, എന്നിട്ട് നാവ് കൊണ്ട് സ്വലാത്ത് ചൊല്ലുക. പ്രിയപ്പെട്ട മുസ്ലിമേ, നീ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ റസൂലുള്ളാഹിന് സ്വലാത്ത് ചൊല്ലിക്കൂടെ? നീ ടാക്സി ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് നിന്റെ കയ്യിൽ നിന്ന് തിരിയുമ്പോഴും, നിന്റെ കാലുകൾ കൊണ്ട് നീ ക്ലച്ചും ബ്രേക്കും ഒക്കെ ചലിപ്പിക്കുമ്പോഴും, നിന്റെ നാക്ക് കൊണ്ട് നിനക്ക് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൂടെ? കച്ചവടക്കാരനായ മുസ്ലിമേ, നിന്റെ കച്ചവടശാലയിലെ നിന്റെ കച്ചവട സ്ഥാപനത്തിലെ സെയിൽസ്മാൻമാർ സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുമ്പോഴും, നീ പണം വാങ്ങിയിട്ടുകൊണ്ടിരിക്കുമ്പോഴും നിന്റെ ചുണ്ടുകൾ റസൂലുള്ളാഹിന് സ്വലാത്ത് ചൊല്ലി ചലിപ്പിച്ചുകൂടെ? തയ്യൽക്കാരനായ മുസ്ലിമേ, ബാഗ് തയ്ക്കുന്ന മുസ്ലിമേ, മറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന മുസ്ലിമേ, നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മുസ്ലിമേ, എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലേ അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ? എത്ര യാത്രയാ ഒരു ദിവസം സ്കൂട്ടറിലും ഓട്ടോറിക്ഷയിലും കാറിലും ബസ്സിലുമായിട്ടും ചെയ്യുന്നത്. ആ സമയമെല്ലാം ചുണ്ട് ചലിച്ചുകൂടെ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിനെ കാണാൻ റൗളയിലെത്താൻ പറ്റിയില്ലെങ്കിലും മോനെ, റസൂലുള്ള കലൂര് വരും മോനെ, റസൂലുള്ള പാറയപ്പറമ്പ് വരും മോനെ, റസൂലുള്ള നിന്റെ വീട്ടുമുറ്റത്ത് വരും മോനെ, നീ അടച്ചിട്ടിരിക്കുന്ന കതകിനപ്പുറത്ത് റസൂലുള്ള വരും മോനെ, വാരിയല്ലുകൊണ്ട് മൂടിയിരിക്കുന്ന നിന്റെ ഹൃദയത്തിനകത്ത് അള്ളാന്റെ റസൂല് വരും മോനെ, ഹബീബായ നബിയെ നിനക്ക് കാണാൻ പറ്റും മോനെ. അള്ളാന്റെ റസൂലിനെ കാണണം, അള്ളാന്റെ റസൂലിനെ എനിക്ക് സ്വപ്നത്തിൽ കാണണം, അള്ളാന്റെ റസൂലിനെ എനിക്ക് കാണണം, അള്ളാന്റെ റസൂലിനെ എനിക്ക് സ്നേഹിക്കണം. ഈ പ്രതിജ്ഞ എടുക്കാൻ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരൻ തയ്യാറാകണം. ആയപൂർത്തിയായതിനു ശേഷം ഒരു ദിവസം പോലും റസൂലുള്ളാഹിയെ കാണാതിരുന്നിട്ടില്ല സ്വപ്നത്തില്. ആ ഇമാം മാലിക്കിന് എവിടുന്നാ വിദ്യാഭ്യാസം കിട്ടിയത്? എവിടുന്നാ ട്യൂഷൻ കിട്ടിയത്? എവിടുന്നാ ഇംഗ്ലീഷ് പഠിച്ചത്? എവിടുന്നാ ഫീസ് കൊടുത്തത്? എവിടുന്നാ വിദ്യാഭ്യാസമുള്ളവർ വന്ന് പഠിപ്പിച്ചത്? പക്ഷേ ഇമാം മാലിക്കിന് ഈ ഭാഗ്യം കിട്ടി. ലോകം മൊത്തം അറിയപ്പെടുന്ന പണ്ഡിതനാകാനും ഇമാമാകാനും ഭാഗ്യം കിട്ടി. റസൂലുള്ളാഹിനെ മരണം വരെ എല്ലാ ദിവസവും സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം കിട്ടി. ഇതൊക്കെ വേണം, ഇതിനെയൊക്കെ കുറിച്ച് ചിന്തിക്കണം. ഇതിനൊക്കെ ത്വരീക്കത്തും അത് ഇതെന്നൊക്കെ പറയുമ്പോൾ കാലുകൊണ്ട് തട്ടിയിട്ട് ഓടിയാ പോരാ. ഇവിടെ ഇന്ന് ഈ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയുടെ പിന്നിലുള്ള അറബി കോളേജ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഫരീദ് ബാവ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ആ മഹാനുഭാവന്റെ ദിക്ർ ഹൽക്കയോടും അതിനോട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ മുരീദന്മാരും ഒക്കെ കൂടിയിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു മഹത്തായ സ്ഥാപനമാണ്. ഇതൊക്കെ ഞാൻ ഇപ്പോഴിത് പറയുന്നത്, അവരൊക്കെ മഹാന്മാരായിരുന്നു, അവരൊക്കെ ഹഖീഖത്തിന്റെ, അവരൊക്കെ അള്ളാഹുവിന്റെ തൗഹീദിന്റെ അസ്റാറുകൾ, രഹസ്യങ്ങൾ അറിഞ്ഞവരായിരുന്നു. അവരിൽ നിന്നൊക്കെ അതൊക്കെ പകർന്നു കിട്ടിയവർ ഭാഗ്യവാന്മാരാണ്. അതൊക്കെ തുടർന്നു കൊണ്ടുപോകാൻ ഉസ്താദുൽ മആരിഫിന് കഴിയണം. നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയായ എത്രയോ കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളതും നിർദ്ദേശിച്ചിട്ടുള്ളതും പഠിപ്പിച്ചു തന്നിട്ടുള്ളതും ഒക്കെയാണ് നമുക്കറിയാം. ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ണു തള്ളി നോക്കി പോകുന്ന കാര്യങ്ങളുണ്ട്. അടുത്ത് നമ്മൾ വായിച്ചു ഒരു പത്രത്തില്, ജപ്പാനിൽ ഒരു സ്ത്രീ പ്രസവിച്ചപ്പോൾ കുട്ടിയുടെ മുഖം പട്ടിയുടെ മുഖം, ശരീരം മനുഷ്യന്റെ ശരീരം, അല്ലേ? അടുത്ത് ഫോട്ടോ സഹിതം വന്നതാണ് പത്രത്തില്, മാധ്യമം പത്രത്തിലാണ്. ഞാനിപ്പോ മാധ്യമത്തിന്റെ പേര് കൂടുതൽ അങ്ങോട്ട് പറയാറില്ല, അതുകൊണ്ടാണ് പേര് പറയാൻ മടിക്കുന്നത്. പല കാരണങ്ങളുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങൾ തമ്മിൽ മാത്രമല്ല സമുദായമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നമാണ്. എന്തായാലും ഇവിടെ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ മാധ്യമത്തിൽ അർപ്പിച്ചിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു. അവർ PDP പിന്തുണയ്ക്കാത്തത് കൊണ്ടൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് എന്തായാലും ശരി. അതിനകത്ത് ഫോട്ടോ സഹിതം ഒരു വാർത്ത വന്നിരുന്നു. ജപ്പാനിൽ ഒരു സ്ത്രീ പ്രസവിച്ചു, കുട്ടിയുടെ മുഖം പട്ടിയുടെ മുഖം, ബോഡി മനുഷ്യന്റെ ബോഡി. എന്താ ഇങ്ങനെ സംഭവിച്ചെന്നറിയോ? കൃത്രിമ ബീജ ബാങ്കിൽ നിന്ന് ബീജം സ്വീകരിച്ചതാണ്.
സ്ത്രീ. ഇപ്പം വേറെ കല്യാണമൊന്നും കഴിക്കണ്ടല്ലോ പ്രസവിക്കാൻ. കൃത്രിമ ബീജ ബാങ്കിൽ പോയി ബീജം സ്വീകരിച്ചു. അപ്പൊ ഈ മനുഷ്യരുടെ കൃത്രിമ ബീജ ബാങ്കും മൃഗങ്ങളുടെ ബീജ ബാങ്കും അടുത്തടുത്ത 2 മുറികളിൽ ആയിരുന്നു. ഇപ്പോൾ പട്ടിയുടെ നല്ല ഇനം നായയുടെ ബീജം ശേഖരിച്ചു കൊണ്ടുവന്ന് വെച്ചത് റൂം തെറ്റി ഇപ്പുറത്തായി പോയി. ഇതാ എടുത്തങ്ങോട്ട് കുത്തിച്ചു കൊടുത്തേ. എന്ത് ചെയ്യാനാ? പ്രസവിച്ചപ്പം തല പട്ടിയുടേത്, ഉടല് മനുഷ്യൻ്റെത്. ഇങ്ങനൊരു ജീവിയോ എന്ന് ആധുനിക ശാസ്ത്രം അത്ഭുതപ്പെട്ടു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇങ്ങനൊക്കെ കാര്യങ്ങൾ വരും എന്ന് ദീർഘദൃഷ്ടിയുള്ളവർ ഇങ്ങനെ ഒരു ജീവിയെ കുറിച്ച് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ജീവിയെ കുറിച്ച് ഇപ്പൊ 95 ജപ്പാനിലുണ്ടായ കാര്യമാണെങ്കിലും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിലെ പണ്ഡിതന്മാർ മനുഷ്യപ്പട്ടി എന്നൊരു ജീവിയെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിന്റെ ഹുക്കം എന്താണ്, അതിന്റെ നിയമം എന്താണ്, അതിനെ തൊട്ടാ കുഴപ്പമുണ്ടോ, അതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇതൊക്കെ പഠിക്കും. ഇതുപോലെ എന്തെല്ലാം കാര്യം. ലോകത്ത് ആദ്യത്തെ മരിസ്ഥാൻ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് അല്ലാമ റാസി റഹ്മത്തുള്ളാഹി തആല അലൈഹിയാണ്. ആദ്യമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നത്. അദ്ദേഹം ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ സ്ഥലം തെരഞ്ഞെടുത്തപ്പോൾ ആ സ്ഥലം തെരഞ്ഞെടുക്കുന്നതിന് അദ്ദേഹം ഒരു പണി ചെയ്തു. ഒരു മൃഗത്തെ അറുത്തിട്ട് അതിന്റെ ഇറച്ചി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ട് കെട്ടിത്തൂക്കിയിട്ടു. പല സ്ഥലത്തും വെച്ച് കൊണ്ടുപോയി കെട്ടിത്തൂക്കിയിട്ടു. എന്തിനാണെന്നറിയോ? എവിടാണോ ഈ ഇറച്ചി പെട്ടെന്ന് ദ്രവിക്കുന്നത് ആ സ്ഥലത്ത് രോഗാണുക്കൾ കൂടിയ സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ വേഗം ദ്രവിച്ച സ്ഥലങ്ങൾ മാറ്റി മാറ്റി ഏറ്റവും അവസാനം മാത്രം ഇറച്ചി കേടുപറ്റിയ സ്ഥലത്താണ് ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത്. അന്ന് ഇന്നത്തെ പോലെ കണ്ടുപിടിക്കാൻ പറ്റിയ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. ഇന്നും ഓപ്പറേഷൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന, തുന്നിക്കെട്ടുന്ന, മുറിവുകൾ തുന്നിക്കെട്ടുന്ന സ്റ്റിച്ചിങ് നൂല്, ആദ്യമായി സ്റ്റിച്ചിങ് നൂൽ കണ്ടുപിടിച്ചത് മഹാനായ അല്ലാമ റാസി റഹ്മത്തുള്ളാഹി തആല അലൈഹി ആയിരുന്നു. ആ അല്ലാമ റാസി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ സ്റ്റിച്ചിങ് നൂല് കണ്ടുപിടിച്ച, വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണേ ഒന്ന്, സ്റ്റിച്ചിങ് നൂല് കണ്ടുപിടിച്ച, ആദ്യമായിട്ട് ലോകത്ത് ആദ്യത്തെ മരിസ്ഥാൻ ഹോസ്പിറ്റൽ സ്ഥാപിച്ച അല്ലാമ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് പ്രസവവേദനയായിട്ട് പാലക്കാട്ട് ഹോസ്പിറ്റലിന്റെ വരാന്തയിലൂടെ നടത്തിപ്പിച്ചു കൊണ്ടുപോയി നടന്ന് പ്രസവിച്ചത്. അതേ സമുദായത്തിലെ പെൺകുട്ടിയുടെ കുട്ടി തന്നെയാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത് ഡോക്ടർമാരുടെ അശ്രദ്ധ കൊണ്ട്. ഇതേ സമുദായത്തിൽ തന്നെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് കുറെ മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടി മാറി എന്ന് പറഞ്ഞിട്ട് മാനസിക സംഘർഷത്തിൽപ്പെടുത്തിച്ചത്. ഇതൊക്കെ ഞാൻ നേരത്തെ പ്രസംഗം തുടങ്ങിയപ്പോൾ പറഞ്ഞ ചില ആസൂത്രിതമായ പരിപാടികളുടെയും ചിന്തകളുടെയും ബാക്കി പത്രമാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കാനുള്ള ഉത്ബുദ്ധത.